ആദ്യം വെജിറ്റബിൾസ് കട്ട് ചെയ്യണം. നമ്മൾ എടുത്തേക്കുന്നത് തക്കാളി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള, പിന്നെ മുളക് ഈ ഉണ്ടമുളകാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. ഉരുളക്കിഴങ്ങ് പീൽ ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ കത്തി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ കയ്യിലൊന്നും മുറിയൊന്നുമില്ല. ഇങ്ങനെ തെറ്റിയൊന്ന് കൈ കൊണ്ടാലും വലിയ അപകടമില്ല. കണ്ട, ഇങ്ങനെ കൈ ഒന്ന് കൊള്ളുമ്പോൾ കൈ മുറിയൂല, ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടാണ് ഞാൻ അരിയുന്നത്. അല്ല, സവാള ചെറുതാക്കണം. സവാള ചെറുതാക്കണ്ട. പൊട്ടാറ്റോ. ഈ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ലേശം വലിയ പീസായാലും വലിയ കുഴപ്പമില്ല. കാരണം അത്യാവശ്യം സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്കതിൽ നിന്ന് എടുത്തിങ്ങനെ സ്കുഷ് ചെയ്ത് കഴിക്കാൻ പറ്റും. പക്ഷേ ക്യാരറ്റ് അങ്ങനെയല്ല. ക്യാരറ്റ് കട്ടി കൂടുതലായതുകൊണ്ട് മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്യണം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് പേസ്റ്റ് ആക്കണം. ഏകദേശം ഒരു പേസ്റ്റ് സെറ്റപ്പ് എത്തിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. പിന്നെ ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്ത് കുറച്ച് നേരം വെക്കണം. എനിക്ക് ഈ ഗ്രീൻ പീസ് തന്നെയാണോ യൂസ് ചെയ്യാനുള്ളതെന്ന് ഉറപ്പില്ല. കാരണം ഷാൻജിയോൻ്റെ വീഡിയോയിൽ പറയുന്നത് സാധാ ഗ്രീൻ പീസ് അല്ല, പച്ച ഗ്രീൻ പീസാണ്, അങ്ങനെ എന്തോ ആണ്. സോ എന്തായാലും ഇത് ചേർത്ത് നോക്കാം. ആദ്യം ഒന്ന് ചൂടാക്കി ഇതിൽ വെള്ളത്തിൻ്റെ ആ ഒരു അംശമൊക്കെ കളയണം. വെള്ളം ആവിയായി പോകുന്നുണ്ട്. കുറച്ച് വീഡിയോകളിൽ നെയ്യും കുറച്ച് വീഡിയോകളിൽ എണ്ണയാണ് ആളുകൾ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു കോംപ്രമൈസ് എന്ന രീതിക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കും. ഓക്കെ, എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇടും. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസുകൾ ആഡ് ചെയ്യണം. അപ്പോൾ വീഡിയോയിൽ പലരും പലതാണ് ഇടുന്നത്. ഒരാളിടുന്ന സാധനം ഒരിക്കലും വേറെ ഒരാൾ ഇടുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇടാം. ഇത് എന്തോ കറുകപ്പട്ട അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ഏലക്ക ഉണ്ടെന്നാണ് ഉമ്മ പറഞ്ഞത്. ഏലക്ക എവിടെ നിന്ന് അറിയില്ല. അവിടെ നമ്മൾ ബാക്കി പരിപാടി ചെയ്യുവാണ്. ഓക്കെ, ആദ്യം നമ്മൾ സവാള ആഡ് ചെയ്യും. എന്നിട്ട് ഒന്ന് ഇതാക്കണം. സ്പൈസ് നമ്മുടെ ആ ഒരു ഐറ്റം മാത്രമേ കിട്ടുകയുള്ളൂ. ഇവിടെ ഏലക്ക ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഏലക്ക നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ എല്ലാവരും വീഡിയോയിൽ മറ്റേ വയനയില ഇടും. വയനയില ഇവിടെ ഉണ്ട്. വയനയില അപ്പോൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ചെടി എവിടെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെട്ടില്ല കണ്ടുപിടിക്കാനായിട്ട്. അടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. ബാക്കിയുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യുവാണ്. ഈ ഗ്രീൻ പീസ് കൂടി ആഡ് ചെയ്യാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് മറ്റേ കുറച്ച് മസാലകൾ, ഉപ്പുമൊക്കെ ആഡ് ചെയ്യണം. ഇനി ഇത് മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. അല്ല, അത് മഞ്ഞൾപ്പൊടി, ഇത് മല്ലിപ്പൊടി. അതും ഒരു 3/4 സ്പൂൺ. പക്ഷേ അതിലെ സ്പൂണിൻ്റെ പകുതിയേ ഉള്ളൂ ഈ സ്പൂണിൻ്റെ വലിപ്പം. ഇതൊക്കെ ഒരു മനക്കണക്കാണ്. മുളക് പൊടി ഒരു ഫുൾ സ്പൂൺ ഇടുകയാണ്. എന്നിട്ട് നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. വരുന്നിടത്ത് വെച്ച് കാണാം. നമുക്ക് റൈസ് ആഡ് ചെയ്യാം.
ഈ റൈസ് ഇതുമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. വേറെ സ്പൈസ് ഒന്നും കിട്ടാത്ത കഷ്ടമായിപ്പോയി. മുമ്പ് ഞാൻ ഉണ്ടാക്കുമ്പോൾ ജീരകവും ഏലക്ക എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ കറുകപ്പട്ട മാത്രമേ ഉള്ളൂ. കറുകപ്പട്ട ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ സാധനം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കണം. 8 മുതൽ 10 മിനിറ്റ് വരെ അടച്ചു വയ്ക്കണം എന്നാണ് ഷാൻജിയോ ചാനലിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്നാലും ഫുൾ തീയിലാക്കാം. എന്നിട്ടൊരു 8 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കാം. ഓക്കെ, 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തീ ഉറച്ചിട്ടൊന്ന് തുറന്നു നോക്കാം. കരിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, വെള്ളമുണ്ട്. കുറച്ച് നേരം കൂടി തിളപ്പിക്കാം. വെള്ളം കൂടിപ്പോയി തോന്നുന്നു. ഇതിൻ്റെ ഒരു ഗ്ലാസ് അടപ്പുണ്ടായിരുന്നു, അത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അതായിരുന്നെങ്കിൽ അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റുമായിരുന്നു. കുറച്ചുകൂടി വെള്ളം പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കട്ടല്ലേ. ഇതാണ് നമ്മുടെ നിലവിലെ അവസ്ഥ. വെജ് പുലാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, സംഭവം വെള്ളം കുറച്ച് കൂടിപ്പോയി കേട്ടോ. അത് മാത്രമാണ് എനിക്കിപ്പം കണ്ടിട്ട് അത് മാത്രമേ പ്രശ്നം തോന്നുന്നുള്ളൂ. കഴിച്ചിട്ട് നോക്കട്ടെ. കുഴപ്പമില്ല. എരിവ് ലേശം കൂടുതലാണ്. വേറെ പറയത്തക്ക പ്രശ്നമൊന്നുമില്ല. വെള്ളം കൂടിപ്പോയി, എരിവും കൂടിപ്പോയി. ഗ്രീൻ പീസിന് എന്തോ വിഷയമുണ്ട്. മര്യാദയ്ക്ക് എന്തില്ലെന്ന് തോന്നുന്നു. കഴിക്കാം, എഡിബിൾ. വെള്ളം കൂടിപ്പോയി, എരിവ് കൂടിപ്പോയി, അത്രേ ഉള്ളൂ.